ഇന്നത്തെ ദിവസം പതിവിൽ നേരത്തെ എണീറ്റ് സാധാ ഏട്ടൻ്റെ മോള് ഒന്ന് വിളിക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം സ്വന്തം എണീറ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് ഏട്ടൻ്റെ വലിയ മോള് സിനിമ കാണുന്നത് ചെറുതാണ് നല്ല ഉറക്കത്തിന്. തൊട്ടപ്പുറത്ത് നമ്മൾ കോയിത് മുട്ടയിടാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി നേരെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. സാധാ നമ്മുടെ ഈ ഹൈവേ പോലീസൊക്കെ പോകുന്ന വഴിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ പതിയെ ഇങ്ങനെ പോകും. ഇതിൻ്റെ കാരണം എന്താ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഇന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഇന്ന് ഞാനും ജിതിനും പാടെ 2-3 ഡീലർമാരെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് ഏട്ടൻ്റെ മോളിങ്ങനെ ഇടയ്ക്ക് ടി വിയിൽ നോക്കണു, ഇടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കടം വരുന്ന മൂവിയൊക്കെ എന്ന് വെച്ചാൽ ആൾ നോക്കും വേണമെന്നാ നോക്കണ്ട എന്നൊരു മട്ടിലാട്ടോ കാണുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സദാനന്ദൻ്റെ സമയം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കള്ളപ്പണിക്കർ ഒരു മരണജാതകം മരണക്കുറിപ്പ് എഴുതി കൊടുക്കുന്ന സംഭവമുണ്ട്. അതിനുശേഷമുള്ളൊരു നമ്മളെപ്പോലും സങ്കടപ്പെടുന്നൊരു കാര്യമാണ്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെയും രക്ഷപ്പെടുത്തുന്ന സംഭവമല്ല. വിശ്വാസങ്ങൾ വേണം, അത് വിശ്വാസത്തിൻ്റെ രീതിയിൽ മാത്രമേ എടുക്കാവൂ കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു മെസ്സേജിലൊരു സിനിമയാണ്. അതിങ്ങനെ കണ്ടിട്ട് ആൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടായ നിങ്ങൾ അങ്ങനെ മൊബൈലിലെ വീഡിയോ കണ്ടപ്പോൾ ആളിറങ്ങി ഓടി. അതിനുശേഷം നമ്മുടെ സന്തോഷേട്ടനോട് വിളിച്ചു കേട്ടോ. ആളിവിടെ സ്ഥലത്തില്ല, തിരുപ്പതി വരെ ഒന്ന് പോയതാണ്. ഇവരെന്താ വെച്ചാൽ തീർത്ഥയാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾ പോയതാട്ടോ. അപ്പം ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും, ഡ്രൈവറേയും ഒപ്പം തന്നെ അതിലുണ്ട ആളുകളെ കുറച്ച് ആളുകളെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയ ശേഷം അച്ഛനങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അച്ഛൻ്റെ കോഴിക്കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കണ്ടത്. ശേഷം ഞാൻ നിലമ്പൂർ വരെ രാത്രി വന്നാട്ടോ. എന്ന് വെച്ചാൽ ഞായറാഴ്ച ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കല്യാണ വീട് വരെ പോയി. അപ്പോൾ അതേ പെങ്ങന്മാരൊക്കെ പാടെ കൂടിയിട്ട് മൈലാഞ്ചി ഇതാണ്. അവരെന്നെ സ്വന്തമായിട്ട് എന്താ ഭംഗിയില്ലേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എല്ലാവരും പാടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കും. പെങ്ങന്മാരൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ മുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടേ.